ഷാഫി പറമ്പിൽ ഇപ്പോൾ അവിടേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. UDFന്റെ യുവ നേതാക്കൾ എല്ലാവരും ആഹ്ലാദ പ്രകടനത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. വലിയ തോതിലുള്ള ആൾക്കൂട്ടത്തിൽ നമ്മൾ UDFന്റെ ആഹ്ലാദ പ്രകടന വേദികയിൽ നിന്ന് കാണുകയും ചെയ്യുന്നു. എന്തായാലും UDFനെ സംബന്ധിച്ച് നിഷാദ്, ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് UDFന് ഒരു ജീവശ്വാസം വീണ്ടും കിട്ടുകയാണ് അല്ലെ? തീർച്ചയായിട്ടും അവർക്ക് ഇനിയൊരു മുന്നേറ്റത്തിന്, ഒരു കുതിപ്പിന് തയ്യാറെടുക്കാനുള്ളൊരു എനർജി അവർക്ക് 2026 കുതിപ്പിന് തയ്യാറെടുക്കാനുള്ളൊരു എനർജി. സപ്പോസ് നമ്മൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല, അങ്ങനെ അത് ഉപേക്ഷിച്ചിരുന്നു, ഒരു ഘട്ടത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു? അതിൽ നിന്ന് ഭിന്നമായി UDFന് ഇപ്പോൾ എനർജി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നത് വാസ്തവത്തിൽ LDFന് ഒരു ക്ഷീണമുണ്ടാക്കുകയും UDFന് കുറച്ച് എനർജി കൊടുക്കുകയും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമയങ്ങൾ എടുത്താൽ ആ സമയത്ത് ഒരു തേർഡ് ടേം പിണറായി വരാൻ പോകുന്നൊരു മൂഡ് ഉണ്ടാക്കുന്നതിൽ LDF വിജയിച്ചു നിൽക്കുകയായിരുന്നു. സ്വാഭാവികം, അതാണ്. പക്ഷേ ഫേസ്ബുക്കിൽ മാധ്യമങ്ങളാണ് വർത്തമാന കേരളത്തിൽ മറിച്ചൊരു ജനവിധി നിങ്ങൾ അത് സ്വരാജിന് അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ LDFന് കഴിയുന്നില്ല എന്നൊരു ധ്വനി കൂടി ഉണ്ട്. അതെ, നേരത്തെ 2019 അല്ലെ സ്വരാജിന്റെ പോസ്റ്റായിരുന്നു ബാബരി വിധി വരുന്ന സമയം. ഇതിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസിന് അനുകൂലമായ പാർട്ടിയാണ്, സ്വാഭാവികമാണെന്ന് അന്ന് ന്യായം പറഞ്ഞു. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും UDFന്റെ സിറ്റിംഗ് സീറ്റാണ് എന്ന് പറഞ്ഞു. ചേലക്കര ഞങ്ങൾ 10,000 വോട്ടിലെങ്കിലും വിജയിച്ചല്ലോ എന്ന് ന്യായം പറഞ്ഞു. പക്ഷെ ഇത് സവിശേഷമാണ്, ഇത് സിറ്റിംഗ് സീറ്റാണ് പോകുന്നത്. സിറ്റിംഗ് സീറ്റ് പോകുന്നു എന്നത് മാത്രമല്ല, അത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ, അതായത് മറ്റേ നെറേറ്റീവ്, അതായത് 3.0 നെറേറ്റീവ് വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ അതിനുവേണ്ടി ഒരുപാട് PR വർക്കുകൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് ഇനിയുള്ള അത് തുടരുകയും ചെയ്യും, കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് നടന്നു കിട്ടിയത്, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കിട്ടിയത് ചിത്രത്തെ മാറ്റുകയാണ്. അത് UDFന് ഒരു അവസരം കൊടുക്കുകയാണ്. UDFനകത്ത് രണ്ട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആര് ലീഡ് ചെയ്യും UDFനെ? ഇനിയുള്ള നാളുകളിൽ ആര് ലീഡ് ചെയ്യുന്നു? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൂടി ചെറിയ ഉത്തരം വരികയാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംശയിക്കുന്നുണ്ടോ നിങ്ങളത്? UDF ആണ്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തത് എന്താണ്? VD സതീശൻ എന്താണ് പറഞ്ഞത്? ഒരു വിജയമാണെങ്കിൽ അത് UDF എല്ലാവരും ചേർന്ന് പങ്കിട്ടെടുക്കും, പരാജയമാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കും എന്ന് പറഞ്ഞ സതീശനുണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് ഇത് UDFന്റെ വിജയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലും ആ പറച്ചിലെ ഒരു വിനയം മാത്രമേ നമ്മൾ അതിനകത്ത് എടുക്കാനുള്ളൂ. അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് വിജയം എന്ന് ഞാൻ പറയും. ഓക്കെ, ഇനി വേറൊരു കാര്യം. നന്ദന പ്രകാശ്, അന്തരിച്ച കോൺഗ്രസ് നേതാവ് പ്രകാശിന്റെ മക്കൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അച്ഛാ നമ്മൾ ജയിച്ചു കൂട്ടോ എന്ന് പറഞ്ഞിട്ട്. അതായത് ആ കുടുംബം എന്തോ കോൺഗ്രസിനൊപ്പം ഇല്ല എന്നൊരു ധാരണ കൂടി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രമോദ് സാറിന് അതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവും. കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ, എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് വിലപിച്ചവർ, അവരെന്ത് മറുപടി പറയും? അല്ല, അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവർ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു എന്നല്ലാതെ മറ്റെന്താണ് അതിനകത്ത് കാണാനുള്ളത്? അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ന നിലയിൽ കാണാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. സാധാരണ നിലയിൽ ഇവരാരും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മിണ്ടുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു പൊതുവിൽ നമുക്കൊക്കെ തോന്നാറുള്ളത്. അവർ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത് എന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ സാംസ്കാരിക പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കാലത്താണോ രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടത്? അതല്ല, ഭരണകൂടത്തെ വിമർശിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രശ്നം ഉണ്ടാകുമ്പോഴാണെന്നൊരു ചോദ്യമുണ്ട്. അല്ല, അതൊക്കെ ശരിയാണ്. ഭരണകൂടത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് അതല്ല വിഷയം. ഒരു തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ, ഒരു ചോയ്സിന്റെ സാഹചര്യത്തിൽ അവരോടൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ആർക്കൊപ്പമാണ്? ഞങ്ങൾ ഇന്നയാൾക്കൊപ്പമാണ്, ഇന്ന മുന്നണിക്കൊപ്പമാണ് എന്ന് അവർ പറയുന്നു. അത് മാത്രമേ അവിടെ കാണേണ്ടതുള്ളൂ. 11,005 വോട്ടുകളുടെ ലീഡിലാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തുള്ളത് നമ്മൾ കാണുക. ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. 11,005 നമ്മുടെ സ്ക്രീനിൽ അത് വരേണ്ടി. ഇനിയിപ്പോ അതിന്റെ കൗണ്ട് കഴിഞ്ഞോ എന്നാണ് അറിയേണ്ടത്. അവസാനത്തേത് പൂർണ്ണമായും കഴിഞ്ഞോ? 18-19 ഉണ്ട്. പോസ്റ്റൽ ബാലറ്റുകളുടെ ഫലം വന്നിട്ടില്ല. അല്ല, എന്തു തന്നെയായാലും വിജയിച്ചു നിൽക്കുന്നു ഷൗക്കത്ത് എന്ന് നമുക്ക് പറയാം അല്ലെ? വിജയം ഉറപ്പിച്ചു എന്ന ഒരു ജയിച്ചു എന്ന് കൊടുത്തു. 11,005 വോട്ടുകളുമായിട്ട് മുന്നിൽ. ഇപ്പോഴും ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നിട്ടില്ല. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നു. അതിന്റെ ആഹ്ലാദത്തിന്റെ അവസാനത്തെ പരമാവധി വോട്ടെണ്ണി കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ പുതിയ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 11,005 വോട്ടുകൾക്കാണ് 10,000-ലധികം വോട്ടുകൾ നേടുമെന്നുള്ള പ്രഖ്യാപനത്തെ സാധുവാക്കിക്കൊണ്ട്, അത് സഫലമാക്കിക്കൊണ്ട് UDF ഒരു വലിയ രാഷ്ട്രീയ വിജയം നേടുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്.